ഇത് നമ്മുടെ ഗോവൻ ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. തിരുമിലായിരുന്നു ഇറങ്ങേണ്ടിയിരുന്നത്. ടൂർ പാക്കേജ് എടുത്തിട്ട് വന്നതുകൊണ്ട് തന്നെ പിക്ക് ചെയ്യാനായിട്ട് അവിടെ ആളെത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ സ്റ്റേ നമ്മുടെ കലങ്കുത്തി ബീച്ചിൻ്റെ തൊട്ടടുത്തുള്ളൊരു റിസോർട്ടിലായിരുന്നു. രാവിലെ തന്നെ ചെറിയ രീതിയിൽ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം തന്നെ ഫ്രഷ് ആയിട്ട് ഒരു കോഫിയൊക്കെ കുടിച്ച് യാത്രയുടെ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരായിട്ടും ഒന്ന് ഫ്രഷ് ആയി. അങ്ങനെ ഞങ്ങൾ 3 പേരും വേഗം റെഡി ആയി കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോയി. നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒക്കെ നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡ് ആണ്. സൈറ്റ് സീയിങ്ങിന് പോകുന്നത് കൊണ്ട് തന്നെ ലഞ്ച് നമ്മൾ തന്നെ നോക്കണമായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞങ്ങൾ റൂമിൽ വന്നിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തു. കാരണം യാത്രയുടെ ചെറിയൊരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ ദിവസം നമുക്ക് പ്ലാൻ ചെയ്യാമായിരുന്നു. അവർ ഷെഡ്യൂൾ ചെയ്തിട്ടില്ല. യാത്ര ചെയ്ത് വന്നതിൻ്റെ ക്ഷീണം കൊണ്ടാവാം. ഞങ്ങൾ നമ്മുടെ റിസോർട്ടിൻ്റെ അടുത്താണല്ലോ കലങ്കുത്തി ബീച്ച് ഉള്ളത്. വെറുതെ ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങി. കുറച്ച് നേരത്തെ ആയിപ്പോയി വന്നത്. കാരണം ഇവിടെ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. പക്ഷേ നമ്മുടെ സന്ധ്യ ഒന്ന് മയങ്ങി ഇരുട്ടൊക്കെ വീണ് തുടങ്ങിയപ്പോൾ ലൈറ്റ്സ് ഓൺ ആവാൻ തുടങ്ങി. ആളുകളുടെ എണ്ണം കൂടി, മ്യൂസിക് ഓണായി. അങ്ങനെ ബീച്ച് മൂഡ് മൊത്തത്തിലൊന്ന് ഓണായി വന്നു. ഒരുപാട് നേരം ഞങ്ങൾ ബീച്ചിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നാട്ടിലേതുപോലെ എല്ലാ ഫുഡും കയറി ഇറങ്ങി എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റത്തില്ല. കാരണം തീ പിടിച്ച വിലയാണ്. നാട്ടിലെന്ന് വെച്ചാൽ ബീച്ച് കാണാൻ പോയി കഴിഞ്ഞാൽ കടൽ കാണുക എന്നുള്ളത് രണ്ടാമത്തെ ലക്ഷ്യം. ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ മെയിൻ. പക്ഷേ ഇവിടെ ഈ ഒരു സാധനത്തിന് മാത്രമേ ഉള്ളൂ കുറച്ച് വിലക്കുറവായിട്ട് എനിക്ക് തോന്നിയത്. എങ്കിലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാതിരിക്കുന്നത് മോശമല്ലേ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഗോവൻ ഫുഡുകളൊക്കെ ട്രൈ ചെയ്ത് നോക്കി. അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീണ്ടും ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് നടന്നു. അപ്പോൾ ഇന്നത്തേക്ക് എന്തായാലും ഇത്രയും മതി. കാരണം ഞങ്ങൾ അത്യാവശ്യം നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വേഗം ഡിന്നറൊക്കെ കഴിച്ചിട്ട് റൂമിലേക്ക് പോയി. ഫുഡിൻ്റെ കാര്യം എടുത്തു പറയണം കേട്ടോ. ഫസ്റ്റ് ഡേ തൊട്ട് ലാസ്റ്റ് ഡേ വരെ അവർ പ്രൊവൈഡ് ചെയ്ത ഓരോ ഫുഡും ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഡിന്നർ ആയാലും അടിപൊളിയായിരുന്നു. എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാരെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഫുഡായിരുന്നു അവർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ.